നീ ആര്? നിന്റെ പിന്നാലെ ഓടി നടക്കുന്നവൻ ഏതാ? ആരെ ഈ വിശ്വൻ ചേട്ടൻ? കരയണ്ട. വിശ്വമാണെങ്കിൽ ഇപ്പോഴൊന്നും പറയണ്ട. എല്ലാം സാവകാശം മതി. നോക്ക്, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇന്നലെ എന്തോ ദയ വിചാരിച്ചാണ് സത്യം സാറ് നിന്നെ വെറുതെ വിട്ടത്. അതും വിചാരിച്ച് നീ ഇവിടെ കുത്തിരിഞ്ഞാല് എപ്പോഴാണ് അയാളുടെ സ്വഭാവം മാറുക എന്നുള്ളത് ആർക്കും പറയാൻ കഴിയില്ല. അതുകൊണ്ട് വേഗം ഇവിടുന്ന് പോയിക്കോ. കൈ കാശില്ലെങ്കിൽ ഞാൻ തരാം. മുൻഭാഗത്തെ ഗേറ്റിൽ കൂടെ പോകണ്ട. അവിടെ നിന്നെ പിടിക്കാൻ വന്നവൻ നിൽക്കുന്നുണ്ട്. നീ പിൻഭാഗത്ത് ഗേറ്റിൽ കൂടെ പോയിക്കോ. അവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ ബസ് സ്റ്റോപ്പാണ്. അവിടുന്ന് എങ്ങോട്ട് വേണമെങ്കിലും ബസ് കിട്ടും. അറിയാതെ ഇത് വാങ്ങിക്കും. എന്ത് ചെയ്യാനാണ് പെങ്ങളെ? കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾക്ക് ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത കാലാണിത്. പോയിക്കോ, വേഗം പോയിക്കോ. പോ. रात कर उठी न जाने तुम कब आओगे. അയ്യോ സാറേ, ഞാനൊന്നും അറിയില്ല സാറേ. ഞാൻ നിരപരാധിയാണ് സാറേ. ഞാൻ പാവാണ് സാറേ. അലങ്കോലമായി ഡ്രസ് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഞാനെടുത്തോളാം. ആ പെണ്ണിനെ വിളിക്കും. അവളിവിടെ ഇല്ല സാർ. ഞാനൊന്നും അറിയില്ല സാർ. പോയി എവിടെ പോവാനാ? റെയിൽവേ സ്റ്റേഷനിൽ പോകണം. ഒരാളിറങ്ങണം.
സാറേ, ഈ പ്രാന്താശുപത്രി പോയി എവിടെ വേണം? എനിക്കറിയില്ലേ. നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് അറിഞ്ഞൂടെന്ന് പറഞ്ഞാൽ വേറെ ആരോട് ചോദിക്കും? ഇനി ഞാൻ ആരോട് ചോദിക്കാനുണ്ട്? വേഗം വേഗം നിന്ന് റെയിൽവേ സ്റ്റേഷൻ പോകാം. ഒന്ന് ഇറങ്ങട്ടെ. ഇങ്ങോട്ട് മാറുകയും അയ്യെന്ന് വിടണം. മാറാൻ നമ്പർ 1 സീറ്റ് 17 പുതിയതാ, ഇന്ന് കിട്ടിയത്. നീ അഭയം തേടി എന്റെ വീട്ടിലേക്ക് വന്നു. ഞാൻ നിന്നോട് പെരുമാറിയത് മാന്യമായിട്ടാണ്. പക്ഷേ നീ എന്നെ കബളിപ്പിച്ച് രക്ഷപ്പെട്ടു. ഇന്ന് നിന്നെ ഞാൻ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. നിന്നെ കൊല്ലാനും വളർത്താനുമുള്ള അധികാരം എനിക്കാണ്. ഓർമ്മയിരിക്കട്ടെ. എന്റെ മോളും പോയി. ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? ഇതിനും മാത്രം പാവം ഞാൻ എന്ത് ചെയ്തു? നിങ്ങൾ ഭയപ്പെടാതിരിക്കാനിയമ്മേ. ജയ വിശുവിന്റെ ജോലി സ്ഥലത്ത് തന്നെയാ പോയിരിക്കുന്നത്. സംഗതികളൊക്കെ അറിഞ്ഞിട്ട് അവള് തിരിച്ചു വരും. കഴിക്കൂ. പലതവണ ചോദിച്ചിട്ടും നീ ഒന്നും പറഞ്ഞില്ല. നീ ആരാണ്? പറയൂ, ആരാണ്? എന്റെ പേര് ജയ. വിശ്വൻ ചേട്ടൻ എന്റെ വിശ്വൻ ചേട്ടാ. ജയ, ആ, എന്റെ മോൻ വന്നല്ലോ. ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞോ മോനെ? അമ്മയുടെ പ്രിയപുത്രൻ വിശ്വമെന്ന വിശ്വനാഥൻ 4 ദിവസത്തിനകം ഹൈറേഞ്ചിൽ പോലീസ് ഓഫ് ഇൻസ്പെക്ടറായി ചാർജ് എടുക്കാൻ പോകുന്നു. എന്താ അമ്മേ, അമ്മയുടെ മുഖം മാടിയിരിക്കുന്നു? ഉദ്യോഗം കിട്ടിയ സന്തോഷം, മോനെ പിരിഞ്ഞിരിക്കണമല്ലോ എന്ന് സങ്കടം. പോലീസ് ഇൻസ്പെക്ടർ ജോലി വേണ്ടായിരുന്നു മോനെ. അതുപോലെ അപകടം പിടിച്ച മറ്റൊന്നില്ല. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എനിക്കൊരാപത്തും വരില്ല. എന്നാലും നിന്നെ പിരിഞ്ഞിരിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോ അമ്മ മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും ഈ വിശ്വ ഓടി അരികിലെത്തും.
അനാഥരായി തെണ്ടി നടന്ന എന്നെ അമ്മ രക്ഷപ്പെടുത്തി, വലുതാക്കി, പഠിപ്പിച്ചു, ഉയർന്ന ഉദ്യോഗസ്ഥനാക്കി. ആ നന്ദി അമ്മയുടെ മകൻ മരിച്ചാലും മറക്കില്ല. ആ, മരിച്ചിട്ട് മറന്നാ കുഴപ്പമില്ല, പക്ഷേ ജീവിച്ചിരിക്കുമ്പോ മറക്കരുത്. മനസ്സിലായില്ല. ആ, മനസ്സിലായിട്ടുണ്ട്, പക്ഷെ മനസ്സിലായിട്ടില്ലെന്ന് അഭിനയിക്കുന്നു. ഓക്കെ 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 ഓക്കെ. ഓ, ഇനി തുടങ്ങി അവനൊരു വളഞ്ഞ വർത്തമാനം. അത് ശരിയല്ല. വളഞ്ഞ ബുദ്ധിക്കാരോട് വളഞ്ഞ വഴി തന്നെ വർത്തമാനം പറയണ്ടേ അമ്മായി? അമ്മവാ, വളഞ്ഞ വർത്താനം കേട്ടോണ്ടിരുന്ന തലയ്ക്ക് ചൂട് പിടിക്കും. ഓ, അപ്പോ നിനക്ക് പോസ്റ്റിംഗ് ഹൈ റേഞ്ചിലാണല്ലേ? സൂക്ഷിക്കണം, സൂക്ഷിച്ചില്ലെങ്കിൽ തല പോവും. ആ, പിന്നെ ഇടയ്ക്ക് ഞാൻ ആ വഴിയൊക്കെ വരും.